ദിവ്യമന്യയുടെ ഈ പതിപ്പിലേക്ക് സ്വാഗതം. ഡിസംബർ 15 ഞായർ ജോസഫിനോടുള്ള അറിയിപ്പ് സഭ ചിന്തയ്ക്കും ധ്യാനത്തിനും പഠനത്തിനും വിഷയമാക്കുന്നു. തിരുജനന പശ്ചാത്തലത്തിൽ ജോസഫ് വളരെ ശ്രദ്ധേയമായ വ്യക്തിത്വമാണ്. സുവിശേഷ രചയിതാക്കൾ ചുരുങ്ങിയ വാക്കുകളിലാണ് ജോസഫിന്റെ ചരിത്രം ആലേഖനം ചെയ്യുന്നത്. അത്യുദാത്തമായ മാതൃകയിൽ കൂടെ ആരെയും ആകർഷിക്കുവാൻ കഴിയുന്ന ഒരു പുണ്യപുരുഷനായിരുന്നു ജോസഫ്. ദൈവിക നിയോഗങ്ങളെ ശരിയായി തിരിച്ചറിഞ്ഞ് അവയോട് പൂർണ്ണമായ വിധേയത്വം പ്രകടമാക്കി ജീവിതത്തെ മനോഹരമാക്കിയ ജോസഫ് എന്നും ചരിത്രത്തിൽ തിളങ്ങുന്ന കഥാപാത്രമാണ്. സഹനവും ത്യാഗവും സ്വീകരിച്ച് ദൈവിക പദ്ധതിയിൽ ഈ പുണ്യാത്മാവ് പങ്കാളിയാകുന്നു. വിശ്വസ്തതയും വിശുദ്ധിയും കുടുംബത്തിൽ എങ്ങനെ പരിരക്ഷിക്കാമെന്നതിന് ഉത്തമ ഉദാഹരണവുമാണ്. ഇന്നത്തെ വേദഭാഗങ്ങൾ ഈ മാതൃകാ പുരുഷന്റെ ജീവിതവും ദൗത്യവുമായി ബന്ധപ്പെടുത്താവുന്നതാണ്. ഒന്നാം പാഠഭാഗം യെശയ്യാവ് 7:10 മുതൽ 17 വരെ. രക്ഷകന്റെ പിറവിയെ സൂചിപ്പിക്കുന്ന ചിന്തകളാണ് വേദഭാഗം. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ യേശുക്രിസ്തുവിൽ നിറവേറ്റപ്പെട്ടു. യേശുവിന്റെ കന്യകാ ജനനം, ഇമ്മാനുവേലായ കർത്താവ് തുടങ്ങിയുള്ള ദർശനങ്ങളുടെ പൂർത്തീകരണം യേശുവിൽ കാണുന്നു. ലഭിക്കപ്പെട്ട നിയോഗത്തോട് പൂർണ്ണമായി വിശ്വസ്തത പുലർത്തിയ ജീവിതശൈലി യേശുവിൽ ദൃശ്യമാകുന്നതിന്റെ വിവരണവും ഇവിടെ വിവരിച്ചിരിക്കുന്നു. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും എന്ന വാക്കുകൾ ഇതാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ ജീവിതവും ഉദാത്തമായ സമർപ്പണത്തിന്റെ മാതൃകയാകണം. രക്ഷകനെ ലോകത്തിന് ദൃശ്യമാക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാം പാഠഭാഗം 1 തെസ്സലോനിക്കർ 5:12 മുതൽ 22 വരെ. തെസ്സലോനിക്ക വിശ്വാസികൾക്ക് അപ്പോസ്തലൻ നൽകുന്ന പ്രബോധനങ്ങളാണ് വേദഭാഗം. അവരുടെ പ്രവർത്തന മേഖലയിൽ സ്വീകരിക്കേണ്ട സമീപനങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നു. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക, ബലഹീനരെ താങ്ങുക, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുക. ഇത് വിശ്വാസ സമൂഹത്തിന്റെ നിലനിൽപ്പിനും വിജയത്തിനും അനിവാര്യമാണ്. അതോടൊപ്പം തിന്മയെ ഉപേക്ഷിച്ച് നന്മയെ സ്വീകരിപ്പാനും അപ്പോസ്തലൻ ആഹ്വാനം ചെയ്യുന്നു. ഇപ്രകാരം എല്ലാ ദോഷവും വിട്ടകന്ന് സംശുദ്ധമായ ജീവിതം വിശ്വാസികൾക്കുണ്ടാകണമെന്ന് പൗലോസ് പറയുന്നു. ക്രിസ്ത്യ വിശ്വാസം ആദർശങ്ങളെ വെളിപ്പെടുത്തുന്നതും അവ പ്രാവർത്തികമാക്കുന്നതുമാണ്. ജഡം ധരിച്ച കർത്താവ് തന്റെ ജീവിത മാതൃകയിൽ കൂടി ഇത് വ്യക്തമാക്കി. യേശുവിന്റെ വളർത്തുപിതാവായ യോസേപ്പിന്റെ ജീവിതത്തിലും ഇതേ അനുഭവം കാണുന്നു. അറിഞ്ഞ സത്യത്തോട് വിശ്വസ്തത പുലർത്തി അതിനെ അനുസരിച്ച് പ്രവർത്തിച്ച ജോസഫ് ആദർശപൂർണമായ ജീവിതത്തിന് എന്നും മാതൃകയാണ്. ലേഖന ഭാഗം 2 പത്രോസ് 1:5 മുതൽ 11 വരെ. ഫലകരമായ ജീവിതത്തിന് സഹായകരമായ പ്രബോധനങ്ങളാണ് വേദഭാഗം. നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്ന് ലോകം മനസ്സിലാക്കണമെന്ന പ്രതീക്ഷ പത്രോസ് ഇവിടെ പറയുന്നു. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ എന്ന ആഹ്വാനം അനുഗ്രഹീതമായ ജീവിതത്തിനുള്ള മാർഗരേഖയാണ്. ജീവിതത്തെ പരാജയപ്പെടുത്തുന്ന 5 കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നത് ശ്രദ്ധേയമാണ്. ഉത്സാഹമില്ലായ്മ, നിഷ്ഫലത്വം, ഹ്രസ്വവീക്ഷണം, അന്ധത, ഓർമ്മിക്കേണ്ടത് വിസ്മരിക്കുന്ന അവസ്ഥ. ഇവ നമ്മെ അധമമാക്കുന്ന അനുഭവങ്ങളാണ്. അതിനാൽ അവയെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും വിമോചനം പ്രാപിക്കണം. അചഞ്ചലമായ വിശ്വാസം നമ്മിൽ ഉളവാകുമ്പോഴാണ് വിജയകരമായ ജീവിതം സാധ്യമാകുന്നത്. നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും എന്ന പ്രബോധനത്തിൽ വിശ്വാസ ജീവിതത്തിന് ലഭ്യമാകുന്ന പ്രതിഫലമാണ് പത്രോസ് പങ്കിടുന്നത്. തിരുജനന സംഭവത്തിലെ കഥാപാത്രങ്ങളിൽ ഈ അനുഭവം തെളിമയോടെ കാണുന്നു. വിശുദ്ധ മത്തായി 1-ാം 8 മുതൽ 13 വരെ സുവിശേഷ വേദഭാഗം. തിരുപ്പിറവിയുടെ ചരിത്രത്തിൽ യേശുവിന്റെ വളർത്തുപിതാവായ ജോസഫ് വളരെ ശ്രദ്ധേയനാണ്.
തിരുവചന രേഖകളിൽ നിന്നും ജോസഫിന്റെ ചരിത്രം വിശദമായി മനസ്സിലാക്കുവാൻ സാധ്യമല്ല. വിശുദ്ധ മത്തായി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ജോസഫിന്റെ വൃത്താന്തം രേഖപ്പെടുത്തുമ്പോൾ മറ്റ് സുവിശേഷകർ ജോസഫിന്റെ പേര് മാത്രമാണ് പരാമർശിക്കുന്നത്. ജോസഫ് എന്ന ശ്രേഷ്ഠനായ വ്യക്തിയെ വിശുദ്ധ മത്തായി തിരുവചന വായനക്കാർക്ക് ആകർഷകമായി പരിചയപ്പെടുത്തുന്നു. ചുരുങ്ങിയ വിവരണമാണെങ്കിലും അത് വളരെ വാചാലമാണ്. അത്യന്തം ആകർഷകമായ കഥാപാത്രമായി ജോസഫിനെ കാണാം. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ഈ പുണ്യപുരുഷന്റെ പങ്കാളിത്തം എടുത്തു പറയത്തക്കതാണ്. യോസഫ് എന്ന നാമത്തിന്റെ അർത്ഥം ദൈവം വർദ്ധിപ്പിക്കട്ടെ എന്നാണ്. യോസഫിന്റെ കുടുംബ പശ്ചാത്തലം വേദപുസ്തക ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്നാൽ തച്ചനായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. ടെക്ടോൺ എന്ന ഗ്രീക്ക് വാക്കാണ് തച്ചൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കേവലം ആശാരിപ്പണിയെ മാത്രം സൂചിപ്പിക്കുന്ന പദമല്ല. തച്ചു ശാസ്ത്രത്തിൽ പ്രാവീണ്യമുള്ള വ്യക്തി എന്ന അർത്ഥമാണ് നൽകിയിരിക്കുന്നത്. ആർട്ടിസൻ, ക്രാഫ്റ്റ്സ്മാൻ എന്ന് പറയാം. അനുഗ്രഹീതനായ ഒരു കർമ്മയോഗി എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാം. ഇപ്രകാരം ധന്യമായ സിദ്ധി വിശേഷങ്ങളാൽ സമ്പന്നനായ ജോസഫ് യേശുവിന്റെ വളർത്തുപിതാവായത് യാദൃച്ഛ്യമല്ല. വ്യക്തമായ ദൈവ ഉദ്ദേശ്യം ഇതിൽ കാണാം. യോസഫിനോടുള്ള അറിയിപ്പ് ധ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിൽ വിളങ്ങുന്ന ജീവിത മാതൃകകൾ ചിന്തിക്കുന്നത് ഉത്തമമാണ്. 1. ജോസഫ് നിശബ്ദനായ നീതിമാൻ. ജോസഫ് നീതിമാനാകൊണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. തിരുവചന രേഖകളിൽ ഒരിടത്തും ജോസഫിന്റെ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. നിശബ്ദതയെ വാചാലമാക്കി അത്ഭുതം സൃഷ്ടിച്ച ഒരു മഹാത്മാവായിരുന്നു ജോസഫ്. അതിനാൽ നിശബ്ദനായ നീതിമാൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പ്രതിസന്ധികളും ആകുലതകളും അഭിമുഖിച്ചപ്പോൾ നിശബ്ദതയിൽ കൂടെയാണ് അതിൽ വിജയം വരിച്ചത്. ഇത് ജോസഫിനെ വളരെ വ്യത്യസ്തനാക്കുന്നു. തന്റെ ഭാര്യയായ മറിയയ്ക്ക് യാതൊരു ദോഷവും സംഭവിക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അതിനാൽ നിഷേധാത്മക പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും സൃഷ്ടിക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി അവിടുത്തെ ശബ്ദത്തിനും ഉയരത്തിൽ നിന്നുള്ള ആലോചനയ്ക്കുമായി ജോസഫ് കാത്തിരുന്നു. ഈ അസാധാരണത്വം ജോസഫിനെ വ്യത്യസ്തനാക്കുന്നു. അതിനാൽ ജോസഫ് എന്ന് സ്മരണകളിൽ നിറഞ്ഞു നിൽക്കും. ധന്യമായ ഈ ഗുണവിശേഷമാണ് അദ്ദേഹത്തെ തിരുക്കുടുംബ നായകനാക്കി രൂപപ്പെടുത്തിയത്. ഇത് നൽകുന്ന പാഠം ശ്രേഷ്ഠമാണ്. പലപ്പോഴും സ്ഥാനത്തും അസ്ഥാനത്തും മുന്നും പിന്നും നോക്കാതെയുള്ള നമ്മുടെ വാക്കുകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. അത് അനേകം പ്രതിസന്ധികൾക്ക് കാരണമായിത്തീരുന്നു. പലപ്പോഴും പറയാഞ്ഞതിൽ സന്തോഷവും പറഞ്ഞതിൽ ദുഃഖവും യാഥാർത്ഥ്യമാണ്. ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിശബ്ദനായി നിന്ന യേശു മൗനത്തിൽ കൂടെ വിപ്ലവം സൃഷ്ടിച്ച രക്ഷകനാണ്. ചരിത്രഗതിയെ ഈ സംഭവം മാറ്റിമറിച്ചു. കർത്താവിന് വാക്കുകൾ നഷ്ടപ്പെട്ടതല്ല, നിശബ്ദതയിൽ കൂടെ എതിരാളികളെ കീഴടക്കിയായിരുന്നു. നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ എന്ന് ചോദിക്കുമ്പോൾ യേശുവോ മിണ്ടാതിരുന്നു എന്നാണ് കാണുന്നത്. ഇത് ജോസഫിന്റെ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ശ്രേഷ്ഠമായ ഈ മാതൃക യേശു പിന്തുടരുന്ന കാഴ്ച എത്ര മനോഹരമാണ്. മാതാപിതാക്കന്മാരിലെ ഉത്തമ ഗുണങ്ങൾ തലമുറകളിലേക്ക് സംക്രമിക്കും എന്ന സത്യവും ഇവിടെ അനാവരണം ചെയ്യുന്നു. യോസഫിനെ നീതിയുടെ ആൾരൂപമായിട്ടാണ് വിശുദ്ധ മത്തായി അവതരിപ്പിക്കുന്നത്. ഈ വിശുദ്ധന്റെ നീതിബോധത്തെക്കുറിച്ച് ഒരു കഥയുണ്ട്. ഹെരോദാവിനെ ഭയന്ന് തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോൾ യാത്രയിൽ ജോസഫ് അതിദുഃഖിതനായി കാണപ്പെട്ടു. ഇത് മനസ്സിലാക്കിയ മറിയം കാരണം അന്വേഷിച്ചപ്പോൾ ജോസഫ് പറഞ്ഞത്, നമ്മുടെ പൈതലിനെ രക്ഷിക്കുവാൻ സാധിച്ചു. എന്നാൽ അയൽവക്കങ്ങളിലുള്ള ശിശുക്കളുടെ മാതാപിതാക്കന്മാരോട് രക്ഷപ്പെടാനുള്ള മാർഗം പറയുവാൻ സാധിക്കാഞ്ഞതിൽ ഞാൻ ദുഃഖിക്കുന്നു. എത്ര ഹൃദയവും ആകർഷകവുമായ വാക്കുകൾ! കഥയാണെങ്കിലും നീതിമാനായ ജോസഫിന്റെ ആഴമായ ആർദ്രതയുടെയും നൈർമല്യമുള്ള ജീവിതത്തിന്റെയും ഒരു നേർചിത്രമാണ് ഇത് നൽകുന്നത്. ഇത്തരം ജീവിതമാണ് ലോകത്തെ എന്നും നിത്യവസന്തമായി നിലനിർത്തുന്നത്. രണ്ടാമതായി, ദൈവശബ്ദത്തെ അനുസരിക്കുന്ന ജോസഫ്. ജോസഫ് ഉറക്കമുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ മറിയം ഗർഭിണിയാണെന്ന് ജോസഫ് അറിയുന്നു. അനിശ്ചിതത്വം ആശങ്കകളും നിറഞ്ഞ സാഹചര്യം. യഹൂദ നിയമം അനുസരിച്ച് വിവാഹ നിശ്ചയം മുതൽ ഭാര്യയാണ്.
അതിനാൽ ഉപേക്ഷണം നിയമപ്രകാരം മാത്രമേ സാധ്യമാകൂ. മാത്രമല്ല, ന്യായപ്രമാണപ്രകാരം മറിയെ കുറ്റം വിധിക്കാൻ ധാരാളം ന്യായങ്ങളുമുണ്ട്. നിയമത്തിന്റെ എല്ലാ പിന്തുണയും അവകാശപ്പെടാം. നീതി തന്റെ പക്ഷത്താണെന്ന് നിസ്സംശയം പറയാം. ഇതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും സമൂഹത്തെ എങ്ങനെ അഭിമുഖീകരിക്കും? അവരുടെ മുമ്പിൽ എന്ത് പറവാൻ കഴിയും? ന്യായപ്രമാണ ലംഘനവും അപവാദങ്ങളും ആരോപിക്കപ്പെട്ടാൽ മറുപടിയില്ലാത്ത സാഹചര്യം അക്ഷരാർത്ഥത്തിൽ വിഷമവൃത്തത്തിൽ എത്തിച്ചേർന്നു. ഈ സന്നിഗ്ധാവസ്ഥയിൽ ജോസഫ് ശ്രവിക്കുന്ന ദൈവശബ്ദം ചരിത്രത്തെ ഒരു പുതിയ ദിശയിലേക്കാണ് നയിക്കുന്നത്. അവിടെ ഒരു പുതിയ പുലരി ഉദയം ചെയ്തു. ദൈവത്തിന്റെ മഹത്തായ രക്ഷാകര പദ്ധതിയുടെ ഉദ്ദേശ്യം അവിടെ ദൃശ്യമായി. ജോസഫിന്റെ ദൈവാശ്രയവും വിശ്വസ്തതയും ഈ സംഭവത്തിൽ കൂടെ വ്യക്തമാക്കപ്പെട്ടു. ചോദ്യങ്ങൾ കൂടാതെ ദൈവിക ആലോചനകൾക്ക് വിധേയനായി. അതിനാൽ അനുഗ്രഹീത ഗണത്തിലേക്ക് ജോസഫ് ഉയർത്തപ്പെടുന്ന സംഭവം എന്നും വിശ്വാസികൾക്ക് അനുകരണീയമായ മാതൃകയാണ്. ഈ അനുഭവത്തെക്കുറിച്ച് കവി മാത്യു ഉലഹന്തറ പറയുന്നത്, ഹോമദ്രവ്യത്തെ അഗ്നി സ്വീകരിക്കുന്നതുപോലെ മറിയമിനെ ജോസഫ് സ്വീകരിച്ചു. അവളുടെ ജീവിതത്തിൽ തുണയായിരുന്ന് അവളുടെ മംഗലജന്മം സഫലമാക്കിയെന്നാണ്. പ്രതിസന്ധികളെ ദൈവകൃപ കൊണ്ട് മാത്രമേ നേരിടാനാവൂ എന്ന ഉദാത്ത പാഠമാണ് ഇത് നൽകുന്നത്. ഇവിടെ വിജയിച്ചതിനാലാണ് തിരുക്കുടുംബ നായകൻ എന്ന അപൂർവ പദവിക്ക് ജോസഫ് യോഗ്യനായത്. ദൈവ ശബ്ദത്തെ അനുസരിക്കുന്നതിന്റെ അനുഗ്രഹം എത്രയധികമാണെന്ന് ജോസഫിന്റെ ചരിത്രം പഠിപ്പിക്കുന്നു. ദൈവശബ്ദത്തിനും അവിടുത്തെ സമയത്തിനുമായി കാത്തിരിക്കാത്തതാണ് മനുഷ്യന്റെ പരാജയം. സ്വപ്നത്തിലാണ് ദൈവിക നിർദ്ദേശം ജോസഫ് ശ്രമിക്കുന്നത്. ദൈവസന്നിധിയിൽ നിശബ്ദമായും ഏകാഗ്രമായും ചെലവഴിക്കുന്ന സമയത്തെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ലോക സാഹചര്യങ്ങൾ ജീവിതത്തെ സങ്കീർണമാക്കുമ്പോൾ പലപ്പോഴും ഇത് സാധ്യമാകാതെ വരുന്നു. ഇതാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, കാണാൻ കണ്ണുള്ളവൻ കാണട്ടെ എന്ന് ദൈവവചനം പറയുന്നത് അർത്ഥവത്താണ്. ജോസഫിനെ പോലെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും ദൈവശബ്ദം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവരാകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മൂന്നാമതായി, രക്ഷകന് നാമകരണം ചെയ്യുന്ന ജോസഫ്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടേണം. ലോകരക്ഷകനും ദൈവപുത്രനുമായ യേശുവിന് നാമകരണം ചെയ്യാനുള്ള ശ്രേഷ്ഠ പദവി ജോസഫിന് ലഭിക്കുന്നു. പാരമ്പര്യമോ കുലീനത്വമോ മറ്റൗന്നത്യങ്ങളോ ഇതിന് കാരണം അല്ലായിരുന്നു. ജോസഫ് എന്ന സാധാരണക്കാരന്റെ സമർപ്പിത ജീവിതത്തിന് ദൈവം നൽകിയ അംഗീകാരമാണ് ഇവിടെ കാണുന്നത്. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിട്ട് താണവരെ ഉയർത്തി എന്ന മറിയമിന്റെ ഗീതം ജോസഫിന്റെ ചരിത്രത്തിലും അർത്ഥവത്താണ്. യേശുവിന്റെ ക്രൂശ് മരണത്തിനു മുമ്പ് അവന് സുഗന്ധതൈലം പൂശാനുള്ള പദവിയും പേര് പോലും രേഖപ്പെടുത്താത്ത ഒരു സ്ത്രീക്ക് ലഭിക്കുന്നു. വിശ്വാസത്തിന്റെ സമർപ്പണത്തിന്റെ അനുഭവങ്ങളെ മാനിക്കുന്ന ദൈവകൃപയാണ് ഈ ചരിത്രങ്ങളിൽ കാണുന്നത്. ജോസഫ് യേശുവിന് നൽകിയ നാമം ലോകത്തിലെ ഏറ്റവും ആദരവും ആരാധ്യവുമായ നാമമായി. തുല്യതയില്ലാത്ത അഭിദാനം. ലോകം തികഞ്ഞ ബഹുമാനത്തോടെ നെഞ്ചിലേറ്റിയ യേശു എന്ന നാമം ആദ്യമായി പ്രഖ്യാപിച്ച മനുഷ്യൻ ജോസഫായിരുന്നു. ഇപ്രകാരം യേശുവിനെ ലോകത്തിന് അന്വർത്ഥമാക്കി കൊടുക്കുവാൻ വിശ്വാസ സമൂഹത്തിന് ബാധ്യതയുണ്ട്. നമ്മിൽ കൂടെ ഇത് നിർവഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതിൽ പരാജയം സംഭവിക്കരുത്. തിരുജനത്തിന്റെ സന്ദേശം യേശുവിന്റെ നാമം ഉയർത്തണമെന്നാണ്. ഇതിൽ സംഭവിക്കുന്ന അപജയം ക്രൈസ്തവ ചിന്തകളെ തമസ്കരിക്കുന്നു. അവിടെ സുവിശേഷം അപ്രസക്തമാകുന്നു. ജർമ്മൻ ചിന്തകനായിരുന്ന ഫെഡറിക് നീഷെ ക്രൈസ്തവരോട് പറഞ്ഞത്, ഷോ മീ ദാറ്റ് യു ആർ റെഡീംഡ് ആൻഡ് ദെൻ ഐ വിൽ ബിലീവ് യുവർ റെഡീമർ എന്നാണ്. നീ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് കാണിച്ചു തരിക, എന്നാൽ ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരിൽ വിശ്വസിക്കാം. ക്രൈസ്തവ മനസാക്ഷിക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയാണിത്. സാക്ഷ്യമുള്ള നമ്മുടെ ജീവിതത്തിൽ കൂടെ ഇതിന് മറുപടി നൽകണം. ക്രിസ്ത്യാനി എന്ന വിശേഷണം പുതിയ നിയമത്തിൽ 3 പ്രാവശ്യമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് അവരുടെ സവിശേഷതകൾ കണ്ട് മറ്റുള്ളവർ നൽകിയ വിശേഷണമായിരുന്നു. ക്രിസ്തുവിന്റെ അനുഗാമികൾ എന്ന മഹത്തായ ആശയമാണ് ഇതിനുള്ളത്. യേശുവിന്റെ നാമകരണം ജോസഫിൽ കൂടെ നിർവഹിക്കപ്പെട്ടതുപോലെ നമ്മിൽ കൂടെ അത് തുടരണം.
രക്ഷയുടെ സന്ദേശവാഹകരാകുവാനുള്ള ദൗത്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ജോസഫിനോടുള്ള അറിയിപ്പ് ചിന്തകൾക്കും ധ്യാനത്തിനും വിഷയമാക്കുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥം ആഴത്തിൽ ഉൾക്കൊള്ളണം. വാക്കുകളുടെ വർധനവിലല്ല, ജീവിത വൈശിഷ്ട്യത്തിലാണ് ധന്യത നിർണയിക്കപ്പെടുന്നത്. ഈ സത്യം ജോസഫ് എന്ന ചരിത്ര പുരുഷനിൽ കൂടെ മനസ്സിലാക്കുന്നു. ശിഷ്യത്വത്തിന്റെ തെളിവാർന്ന മാതൃകയാണ് ജോസഫ് നൽകുന്നത്. ദൈവ വഴിയിൽ കൂടെ യാത്ര ചെയ്ത ആ ജീവിതം ചൂണ്ടിക്കാട്ടുന്ന നന്മയുടെ നക്ഷത്രങ്ങൾ നമുക്ക് വഴികാട്ടിയാകട്ടെ.